വളരെ മനോഹരമായിട്ട് അവരിത് പാടി. ഇന്നലെ വൈകുന്നേരം ഓണത്തിനെ പറ്റി എൻ്റെ വീട്ടിലൊരു സംഭാഷണമുണ്ടായി. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ, അവനൊരു മാവേലി നാടുവാണിയുള്ള ഈ പാട്ടിന്റെ പുതിയൊരു വെർഷൻ എന്നെ കേൾപ്പിച്ചിട്ടുണ്ട്. വെസ്റ്റേൺ സ്റ്റൈലിലുള്ള വെർഷനാണ്. എനിക്കത് എങ്ങനെയാ പാടുന്നതെന്ന് എനിക്കറിയില്ല. ഏറെ രസകരമെന്ന് പറയട്ടെ, വാക്കുകളിലെങ്കിലും ഓണത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള അവസരം പോലും ആ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഓണപ്പാട്ടിലൂടെ നമുക്ക് നഷ്ടമായി. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഫേസ്ബുക്കിൽ ഹിറ്റ് ചെയ്തിരിക്കുന്ന നമ്പർ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. 1,90,000. ഈ ഓണം ആഘോഷിക്കുന്ന വേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മനസ്സിനുള്ളിലേക്ക് എന്ത് കടത്തിക്കൊണ്ടുവരണം, എന്ത് കടത്തിക്കൊണ്ടുവരണ്ട എന്ന് വിവേചിച്ചറിയാനുള്ള വിവേകം തിരിച്ചു പിടിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കേണ്ടത്. ഓണം എന്ന് പറയുമ്പോൾ ഗ്രാമത്തിന്റെ വിശുദ്ധിയും ഗ്രാമീണതയുടെ നിഷ്കളങ്കതയും മനസ്സിൽ നിന്ന് ഒരു ആവേശമായി ഒഴുകിയെത്തുമ്പോൾ അതിന് സ്നേഹമെന്ന പേര് വരുന്നു. മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ സന്ദേശമാണ് ഓണത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. മനുഷ്യന്റെ വേദനയിൽ പങ്കുചേരാൻ, അവന്റെ പട്ടിണിയിൽ അവന് ഒരുമുള്ള ചോറ് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ സമത്വസുന്ദരമായ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ അണിനിരത്തുന്ന ഓണം ആഘോഷിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് എന്ത് അവകാശമാണുള്ളത്? ഞാൻ കഴിഞ്ഞ ദിവസം കുറവങ്കാട് ഒരു വൃക്കരോഗിയുടെ സഹായനിധി ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ തൃശ്ശൂരിൽ നിന്നും ഒരു സുഹൃത്ത് വന്നിരുന്നു. ആ സുഹൃത്ത് പറഞ്ഞത്, അവരുടെ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. ആ റെസിഡൻസ് അസോസിയേഷൻ ഓണം ആഘോഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓണത്തിന്റെ ദിവസം അവരുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അതിന് ഇരട്ടി ആളുകൾക്ക് ഭക്ഷണം തയ്യാറാണ്. എന്നിട്ട് അവരുടെ ആ ഓരോരുത്തരുടെ എണ്ണത്തിന് തത്തുല്യമായ ചോറുകൾ പൊതിയിലാക്കി അവർ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിക്ഷേപിക്കും. ആ നിക്ഷേപിക്കുന്ന ചോറുകളെല്ലാം കൊണ്ടുപോയി തെരുവിൽ അനാഥരായി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമാണ് ആ പ്രദേശത്തുള്ള ആളുകൾ ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും മനുഷ്യ സ്നേഹത്തിന്റെ മഹാപ്രവാഹമായി തീരാനുള്ള മനുഷ്യന്റെ ആഗ്രഹം ഇന്നും മറഞ്ഞു പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളോ കാണിക്കേണ്ടത് മനുഷ്യനെ സ്നേഹിക്കാനുള്ള, മനുഷ്യനോട് കരുണ തോന്നാനുള്ള ആർദ്രതയുള്ള ഹൃദയമുള്ളവരാണ് നാം തെളിയിക്കാനാണ് ഇത്തരം അവസരങ്ങളിൽ നാം മെനക്കെടേണ്ടത്. പണ്ട് നാലപ്പാട്ട് നാരായണൻ നമ്മൾ പാടിയിട്ടുണ്ട്. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെല്ലാം ലോകത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ ചെന്നു കാണുന്നു. അങ്ങനെയായിരുന്നു ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ നിന്ന് നോക്കുന്ന മനുഷ്യന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക? പക്ഷെ കാലം ഒരുപാട് മാറി. കാലചക്രം അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്കാരം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടി നാം കാണിക്കുന്ന ഓരോ വികാര ചേഷ്ടകൾ പോലും അതാത് സെക്കൻഡുകളിൽ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏഴാണ്ട് കോണിലിരിക്കുന്ന മനുഷ്യൻ കഥ എന്തു കാണുന്നു എന്ന് കവി അന്ന് പാടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് കഥ എല്ലാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കാലം ഒരുപാട് മാറി. പക്ഷെ പ്രിയമുള്ളവരെ, എത്ര മാറിയാലും മനുഷ്യനെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് കൈമോശം വന്നുപോയിക്കൂടാ. ആ മനസ്സിന്റെ ഓർമ്മ പുതുക്കലിലൂടെ ഒരു സത്യസംഭരിക്കലായിരിക്കണം നമ്മുടെ ഓണാഘോഷങ്ങൾ. പ്രിയമുള്ളവരെ, ഞാൻ ദീപിപ്പിക്കുന്നില്ല. ഒരു പ്രസംഗത്തിന് സാങ്കത്യമില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ദീപിപ്പിക്കുന്നില്ല. എങ്കിലും നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞാൻ സാഹസത്തിന് മുദ്ര
ഓണവുമായി ബന്ധപ്പെട്ട് ഒരു വ്യത്യസ്തമായ ആശയം അവതരിപ്പിക്കുന്ന 4 വരി കവിത അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വേദിയിൽ പിൻവാങ്ങുകയാണ്. കൂകണമെങ്കിൽ കൂകാം, കൈയടിക്കണമെങ്കിൽ കൈയടിക്കാം. പക്ഷേ എനിക്ക് ശീലമില്ലാത്തൊരു കാര്യമാണ്. എങ്കിലും പരീക്ഷിക്കാൻ എന്റെ കുട്ടികളുടെ മുന്നിൽ തന്നെയാണ് നല്ല കഴിയുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരു പരീക്ഷണത്തിന് കൂടെ മുതിരുകയാണ്. ഓർമ്മയ്ക്കു പേരായിതോണം, ഓർമ്മയ്ക്കു പേരായിതോണം, പൂർവ നീലിന്റെ നിലവായിതോണം, ഓർക്കുവാനെന്തെങ്കിലും വേണമെന്നുള്ള വാക്കിന്റെ നിറവായിതോണം, ഓർമ്മയ്ക്കു പേരായിതോണം, ഇല്ലായ്മകൊല്ലാത്ത യൗവനങ്ങൾ, ഇല്ലായ്മകൊല്ലാത്ത യൗവനങ്ങൾ, മുറ്റത്ത് മുക്കുറ്റി മുത്തകങ്ങൾ, മുറ്റത്ത് മുക്കുറ്റി മുത്തകങ്ങൾ, മുഷ്ടിക്കരുത്താൽ മുഖം ചതഞ്ഞാൽ മാവ് നഷ്ടപ്പെടാത്ത സഞ്ചയങ്ങൾ, ഓർമ്മയ്ക്കു പേരായിതോണം, പൂർവ്വനീലിന്റെ നിലവായിതോണം, ഓർമ്മയ്ക്കു പേരായിതോണം, പൂർവ്വനീലിന്റെ നിലവായിതോണം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നന്മ നൽകാം. മികച്ച